പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സിൽ നൈട്രജൻ ഫാമിലിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നൈട്രജൻ ഫാമിലി നമ്മൾ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ നൈട്രജൻ ഫാമിലിയിലെ നൈട്രജൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നൈട്രജൻ ഫാമിലി തുടങ്ങിയിട്ട് ഓരോ ഫിസിക്കൽ ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു, അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു, അല്ലെ? കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ? നമ്മൾ നൈട്രജൻ എന്ന എലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട യൂസേഴ്സ് കൃത്യമായി പഠിച്ചു. അതുപോലെ നൈട്രജൻ ഉണ്ടാക്കാവുന്ന പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്ന കോമ്പൗണ്ട് ഏതാണ്? ഒന്ന് അമോണിയയാണ്. നൈട്രജൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ട് അമോണിയയാണ്. നമ്പർ 2, രണ്ടാമത്തെ നൈട്രജൻ്റെ കോമ്പൗണ്ട് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നൈട്രിക് ആസിഡാണ്, HNO3. ഇനി മൂന്നാമത്തത് നൈട്രജൻ വെറൈറ്റി ഓഫ് ഓക്സൈഡ്സ് ഫോം ചെയ്യാറുണ്ട്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. അപ്പം നമ്മൾ ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, അമോണിയനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അമോണിയ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഹൗ യു ക്യാൻ പ്രിപ്പയർ അമോണിയ, ഹൗ യു ക്യാൻ മാനുഫാക്ചർ അമോണിയ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യണം. അതേപോലെ HNO3 പറ്റി പഠിക്കണം, അതേപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജനെ പറ്റിയും പഠിക്കണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജനിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് അമോണിയ. സോ NH3 എങ്ങനെ അമോണിയ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അമോണിയ ലാബിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? എങ്ങനെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? നമ്മൾ ലാബിൽ സാധാരണ ലാബിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ലബോറട്ടറി മെത്തേഡാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അമോണിയം ക്ലോറൈഡിലേക്ക് അമോണിയ ഉള്ള ഒരു കോമ്പൗണ്ട് എടുത്തു, അമോണിയം ക്ലോറൈഡിലേക്ക് ഒരു ബേസ് ആഡ് ചെയ്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താൽ മതി. നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമോണിയം കോമ്പൗണ്ടിലേക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് ഉണ്ടാവുന്നേ കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് അമോണിയ പ്ലസ് H2 ഉണ്ടാവും. അപ്പോൾ ആ പഞ്ചൻ സ്മെല്ലിംഗ് ഗ്യാസ് ഉണ്ടായാൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ അമോണിയയുടെ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡ് ഫ്രം യൂറിയ ആണ്. യൂറിയയിൽ നിന്ന് യൂറിയയുടെ ഫോർമുല എന്താ യൂറിയ? NH2CONH2. ഈ യൂറിയ എന്നുള്ള കോമ്പൗണ്ട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറൊരു യൂറിയയെ പറ്റി പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരിക്കും. നമ്മളുടെ കെമിസ്ട്രി ലാബിൽ ആദ്യമായി സിന്തസിസ് അല്ലെങ്കിൽ ലാബിൽ ഉണ്ടാക്കിയ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ക്രെഡിറ്റ് കൂടി യൂറിയയ്ക്കുണ്ട്, അല്ലേ? അപ്പോൾ ഈ യൂറിയ നമ്മുടെ യൂറിയ ഹൈഡ്രൈസസ് ചെയ്യുമ്പോൾ അമോണിയം കാർബണേറ്റ് ഉണ്ടാവും, NH4CO3. ഈ അമോണിയം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ അമോണിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ അമോണിയം കാർബണേറ്റിനെ നമ്മൾ സ്മെല്ലിംഗ് സോൾട്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ ലാബിൽ ചെയ്യും. അമോണിയം കാർബണേറ്റ് നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറയണ്ടായി ഈ ഫാമിലിയെ നിക്ടോജൻസ് എന്ന് പറയുന്നു. കാരണം അതൊരു സഫോക്കേറ്റിംഗ് സ്മെല്ലുള്ളത് കൊണ്ടാണ്. അമോണിയം കാർബണേറ്റിനെ നമ്മൾ സ്മെല്ലിംഗ് സോൾട്ട് എന്ന് പറയാറുണ്ട്. അതൊരു പ്രത്യേകത സ്മെല്ലുണ്ട്. ഇത് ഡികമ്പോസ് ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2 മെത്തേഡ്സ്, ലാബിൽ ഉണ്ടാക്കുന്ന മെത്തേഡും അതുപോലെ യൂറിയയിൽ നിന്നും അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് മാനുഫാക്ചർ ഓഫ് അമോണിയ ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം അമോണിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോമ്പൗണ്ടാണ്. അത് ലാബിൽ ഉണ്ടാക്കിയാൽ വളരെ സ്മോൾ എമൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കമേഴ്സ്യലി ഹൗ യു ക്യാൻ മാനുഫാക്ചർ അമോണിയ, എങ്ങനെയാണ് അമോണിയ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നിട്ടുണ്ടായിരിക്കും. ബൈ പറഞ്ഞോളൂ. പ്രോസസ്സസ് നോൺ ആസ് ഹേബർ പ്രോസസ്, അല്ലെ? അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹേബർ പ്രോസസ്. പ്രോസസ്സിന്റെ പേരുണ്ടാവാൻ കാരണം എന്താവുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഹേബർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ പ്രോസസ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ഈ അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഹേബർ പ്രോസസ്സ് ഹിസ്റ്റോറിക്കലി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സാണ്. കാരണം ഒരു 18-ാം നൂറ്റാണ്ട് അവസാനത്തിലെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഭക്ഷ്യക്ഷാമം, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവുള്ള ആ അവസ്ഥയിൽ നമുക്ക് ഇതിൻ്റെ എമൗണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വന്നു.
അത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ ഉപയോഗിക്കണം എന്ന് നിർബന്ധിതാവസ്ഥ വന്നു. ആ സമയത്താണ് നമ്മുടെ ഹേബർ അറ്റ്മോസ്ഫിയറിലെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹേബർ പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സായിട്ട് നമ്മളതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആകെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ വെച്ച് ഈ ഹേബർ പ്രോസസ്സിന് 5ഓ 6ഓ സ്ഥാനമാണ് ഉള്ളത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ അമോണിയയുടെ മാനുഫാക്ചറിങ് മെത്തേഡ്. അത്രയും അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹേബർ പ്രോസസ്. ഹേബർ അമോണിയ ഉണ്ടാക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഇനി എന്താണ് അമോണിയ ഹേബർ പ്രോസസ് ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് അമോണിയയുടെ മാനുഫാക്ചറിങ് മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് 2NH3 ഡെൽറ്റ എച്ച് -46.1 kJ/mol ആണ്. നമ്മളൊരു ആർട്ടിഫിഷ്യൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയാറുണ്ട്. കാരണം ഈ അമോണിയ അല്ലെങ്കിൽ നൈട്രജൻ്റെ പ്രസൻസ്, നൈട്രേറ്റുകളുടെ പ്രസൻസ് ചെടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ നൈട്രജനും ഹൈഡ്രജനും വഴി നമ്മൾ അമോണിയെ ഉണ്ടാക്കുക വഴി നൈട്രജൻ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പം മാക്സിമം ഈൽഡ് ഓഫ് അമോണിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർമ്മിക്കാൻ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ലേ ഷാഡ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ കണ്ടീഷൻസ് പറയുമ്പോൾ പ്രഷർ നമ്മൾ ഉപയോഗിക്കേണ്ടത് 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം 700 അറ്റ്മോസ്ഫിയർ കെൽവിൻ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഈ അയൺ ഓക്സൈഡിനെ ഒന്നുകൂടി എൻ്റെ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് K2O-യും Al2O3യും പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേബർ പ്രോസസ്സിൽ അമോണിയ ഉണ്ടാക്കുന്നതിൻ്റെ മാക്സിമം ഈൽഡ് കിട്ടാൻ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് കൃത്യമായി പഠിക്കണം. പ്രഷർ 200 atm, ടെമ്പറേച്ചർ 700 Kelvin, കാറ്റലിസ്റ്റ് അയൺ ഓക്സൈഡ്, പ്രൊമോട്ടർ K2O ആൻഡ് Al2O3. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് നമ്മൾ ഈ പ്രോസസ് ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഈ ഹേബർ പ്രോസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ അമോണിയയുടെ പ്രിപ്പറേഷൻ നടക്കുന്നത് എന്ന്. ആദ്യമായി ഹൈഡ്രജനും നൈട്രജനും 1:3 റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ കംപ്രസറിലേക്ക് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. 200 atm പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഈ നൈട്രജനെയും ഹൈഡ്രജനെയും കംപ്രസ് ചെയ്ത ശേഷം അതിനെ കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് പാസ് ചെയ്യാണ്. അവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയ അയൺ ഓക്സൈഡ് വെച്ചിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ആയ K2O-യും Al2O3യും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, 700 Kelvin മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ കൂളറിലേക്ക് പാസ് ചെയ്തിട്ട് അവിടെ നമുക്ക് ലിക്വിഡ് അമോണിയ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കറിയാം എല്ലാ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള അൺറിയാക്റ്റഡ് നൈട്രജനെയും ഹൈഡ്രജനെയും വീണ്ടും കൺവേർട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഇതാണ് ഹേബർ പ്രോസസ്സിൻ്റെ ഫ്ലോ ഡയഗ്രം. അപ്പം നോക്കൂ, ഈ ഓർഡർ കൃത്യമായി പഠിക്കണം. ആദ്യം കംപ്രസറിലേക്കാണ് പാസ് ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കാം. അതിനുശേഷമാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ, അതിനുശേഷം കൂളറിലേക്ക് പാസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ലിക്വിഡ് അമോണിയ കളക്ട് ചെയ്യും. അവിടെ നിന്ന് അൺറിയാക്റ്റഡ് നൈട്രേനിയം ഹൈഡ്രേനിയം വീണ്ടും നമ്മൾ കൺവേർട്ടറിലേക്ക് പാസ് ചെയ്യുന്നു. ഇതാണ് ഹേബർ പ്രോസസ്സിൻ്റെ ഫ്ലോ ഡയഗ്രാം. അടുത്തത് നമ്മൾ അമോണിയയെ പറ്റി ഡീറ്റെയിൽ. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ അമോണിയ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ കയ്യിൽ അമോണിയ ഉണ്ട്. നമ്മൾ ഈ അമോണിയയുടെ കൂടുതൽ കാര്യങ്ങൾ, അമോണിയയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. ഒന്നാമത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഓഫ് അമോണിയ മനസ്സിലാക്കണം. നമ്മളിത് ഓൾറെഡി മനസ്സിലാക്കിയ കാര്യമാണ് സ്ട്രക്ചർ ഓഫ് അമോണിയ. ഏതാണ് അമോണിയയുടെ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിരമിഡൽ സ്ട്രക്ചറാണ്. വളരെ മനോഹരമായ ഒരു മാളിക്യൂളാണ് ചിത്രത്തിൽ കാണുന്നുണ്ട്. വളരെ മനോഹരമായ മാളിക്യൂളാണ്. അതിൽ
ഒരു ലോൺ പെയർ ഉണ്ട്, ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ പിരമിഡൽ ഷേപ്പാണ് നമുക്കറിയാം. കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് അമോണിയയുടെ ജോമെട്രി, പിരമിഡൽ ഷേപ്പ്, sp3 ഹൈബ്രിഡൈസേഷൻ. അടുത്തതായി അമോണിയയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി. നമുക്കറിയാം, നമ്മൾ ഈ ഫാമിലിയുടെ പേര് തന്നെ നിക്ടോജൻസ് എന്നാണ്. അതുണ്ടാവാനുള്ള കാരണം നോക്കൂ, അതിലൊരു പഞ്ചന്റ് ഓർഡർ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ അതൊരു കളർലെസ് ഗ്യാസ് ആണ് വിത്ത് പഞ്ചന്റ് ഓർഡർ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കുറച്ച് കൂടുതലാണ് ഇയാൾക്ക്. എന്തുകൊണ്ടാണ് അമോണിയക്ക് ഇത്ര ആള് ചെറിയ സാധനം, മാസം വളരെ കുറവാണെങ്കിലും ഇയാളുടെ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ട്. എന്താണ് കാരണം പറയൂ? അമോണിയയുടെ ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം എന്താണ്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഒരു മോളിക്യൂളും അടുത്ത മോളിക്യൂളും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ വലിയ അറ്റോമിക് അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് കുറേ ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഒക്കെ കൂടാനുള്ള കാരണം. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ. എന്തൊക്കെയാണ് അമോണിയയുടെ കെമിക്കൽ പ്രോപ്പർട്ടി? ഒന്നാമത്തത് വിത്ത് വാട്ടർ. അത് അമോണിയ വാട്ടറുമായി മിക്സബിൾ ആണ്. NH3+H2O gives അമോണിയം ഹൈഡ്രോക്സൈഡ്. ബേസിക് പ്രോപ്പർട്ടി കാണിക്കുന്നു, അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് കോംപ്ലക്സ് ഫോർമേഷൻ. അമോണിയം കോംപ്ലക്സസ് ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, Cu2+, നമ്മുടെ കോപ്പർ സൾഫേറ്റ്. എന്താണ് കോപ്പർ സൾഫേറ്റിന്റെ കളർ? അതെ, ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ബ്ലൂ കളർ ഒന്ന് ഇന്റൻസ് ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. സോ നമ്മൾ അമോണിയ ആഡ് ചെയ്യുമ്പോഴുള്ള ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂ കളറുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നോക്കുക, കളർ ചേഞ്ച് അവിടെ കാണാൻ നിങ്ങൾക്ക് ഡീപ്പ് ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇവിടെ അമോണിയ കോപ്പറുമായി കമ്പൈൻ ചെയ്ത് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമോണിയക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കോംപ്ലക്സസ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ടാവാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെയർ ഓഫ് ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് അമോണിയ കോംപ്ലക്സസ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോൾ അവർ കോർഡിനേഷൻ കോംപ്ലക്സസ് ഉണ്ടാക്കുന്നത്. അതേപോലെ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന വേറെ എക്സാമ്പിൾ ആണ് AgCl. AgCl എന്ന് പറഞ്ഞാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. വെളുത്ത അവക്ഷിപ്തമായിട്ടാണ് AgCl കാണുക. ഇതിലേക്ക് നമ്മൾ അമോണിയ ആഡ് ചെയ്യുമ്പോൾ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് നോക്കൂ, നമ്മുടെ കയ്യിലൊരു ടെസ്റ്റ് ട്യൂബിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ട് AgCl. നമ്മൾ അതിലേക്ക് അമോണിയ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒബ്സർവേഷൻ ഇതാണ്, ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. അതിന് കാരണവും ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് AgCH3+Cl. ഈ കോംപ്ലക്സിന്റെ പേര് നമ്മളിപ്പോൾ പഠിക്കില്ല, അത് കോർഡിനേഷൻ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഒബ്സർവേഷൻ കൃത്യമായിട്ട് അറിയണം. ഇത് ബ്ലൂ ഇന്റൻസ് ബ്ലൂ ആയിട്ട് മാറും, ഇത് വൈറ്റ് ഉള്ളത് കളർലെസ് ആയിട്ട് മാറുന്നുണ്ട്. രണ്ടിന്റെയും കാരണം കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. എന്താ കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം? അമോണിയ എന്തുകൊണ്ട് കോംപ്ലക്സസ് ഉണ്ടാക്കുന്നത്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ നമ്മൾ അമോണിയയുടെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. എന്താണ് അമോണിയയുടെ ഇമ്പോർട്ടൻസ്? അമോണിയ എന്ന് പറഞ്ഞ നൈട്രജൻ ഫാമിലിയിലെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള, നമ്മുടെ നിത്യജീവൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കോമ്പൗണ്ടാണ് അമോണിയ. അത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ അമോണിയ ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് അമോണിയ ഉണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് ഉണ്ടാക്കാം. അമോണിയയിൽ നിന്നാണ് നമ്മൾ നൈട്രിക് ആസിഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രിയിൽ, കെമിക്കൽ പ്രോസസ്സസിൽ നൈട്രിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോമ്പൗണ്ടാണ്. അപ്പം നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മൾ അമോണിയ ഉപയോഗിക്കാറുണ്ട്. വേറൊന്നാണ് ലിക്വിഡ് അമോണിയ ക്യാൻ ബി യൂസ്ഡ് ആസ് റെഫ്രിജറന്റ്. റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് കൂടിയാണ് അമോണിയ. അപ്പൊ ഇത്ര
അമോണിയയെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തത് അമോണിയ നമ്മൾ എങ്ങനെയാണ് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തത് കമേഴ്സ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, അത് ഹേബർ പ്രോസസ്, അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഫ്ലോ ഡയഗ്രാം എന്താണ് കൃത്യമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും കൂടാനുള്ള കാരണം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം കെമിക്കൽ പ്രോപ്പർട്ടി, കോംപ്ലക്സസ് ഫോം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് അമോണിയയ്ക്കുണ്ട്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമോണിയയുടെ യൂസസ് ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈട്രജന്റെ അടുത്ത കോമ്പൗണ്ടായ നൈട്രിക് ആസിഡിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ നൈട്രജന് പ്രധാനമായും 3 ഓക്സോ ആസിഡ് ഫോം ചെയ്യാറുണ്ട്. ഒന്ന് ഹൈപ്പോ നൈട്രസ് ആസിഡ്, അതിന്റെ ഫോർമുല H2N2O2, ഹൈപ്പോ നൈട്രസ് ആസിഡ്. രണ്ടാമത്തത് നൈട്രസ് ആസിഡ്, മൂന്നാമത്തത് നൈട്രിക് ആസിഡ്. 3 തരം ഓക്സോ ആസിഡ് നൈട്രജൻ ഫോം ചെയ്യാറുണ്ട്. ഹൈപ്പോ നൈട്രസ് ആസിഡ്, നൈട്രസ് ആസിഡ്, നൈട്രിക് ആസിഡ്. നൈട്രസ് ആസിഡിന്റെ സോൾട്ടുകളാണ് നൈട്രൈറ്റ് എന്നറിയപ്പെടുന്നത്, ITE എന്നിവ വരും. നൈട്രിക് ആസിഡിന്റെ സോൾട്ടുകളാണ് ATE. നോക്കൂ, NaNO3 എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രേറ്റ് ആണ്. NaNO2 എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രൈറ്റ് ആണ്. രണ്ടും കൃത്യമായിട്ട് അറിയണം. സോ 3 തരം ഓക്സോ ആസിഡ്സ് ഉണ്ട്. ഹൈപ്പോ നൈട്രസ് ആസിഡ്, നൈട്രസ് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇതിൽ ഈ ഓക്സോ ആസിഡിലെ ഏറ്റവും പ്രധാനം നൈട്രിക് ആസിഡ് ആണ്. അപ്പോൾ നമുക്ക് നൈട്രിക് ആസിഡിനെ പറ്റി പഠിക്കാം. സോ HNO3. നമ്മൾ ആദ്യം നൈട്രിക് ആസിഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാനുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ലബോറട്ടറി മെത്തേഡ്, നമ്മൾ ലാബിൽ എങ്ങനെയാണ് നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുക. ഈ നൈട്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്നത് കിങ് ഓഫ് കെമിക്കലിനെയാണ്. ആരാ കിങ് ഓഫ് കെമിക്കൽ? സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ നൈട്രേറ്റ് ഉള്ള ഒരു സോൾട്ട് എടുത്തു, NaNO3. NaNO3ന്റെ വേറൊരു പേരെന്താണ്? അതെ, ചില്ലി സോൾട്ട് പീറ്റർ, NaNO3 എടുത്തു. പ്ലസ് അതിലേക്ക് നമ്മൾ കിങ് ഓഫ് കെമിക്കലിനെ ആഡ് ചെയ്തു. സോ H3SO4 ആഡ് ചെയ്തു. സോ വി ഗെറ്റ് സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് HNO3. നമ്മൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് ഈ മെത്തേഡിലൂടെ ലാബിൽ വളരെ കുറഞ്ഞ എമൗണ്ട് ഒക്കെ നമുക്ക് HNO3 ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഡസ്ട്രിയലി നമുക്ക് HNO3 ഇങ്ങനെയല്ല നമുക്ക് ഇത്ര പ്രിപ്പയർ ചെയ്താൽ പോരാ. അപ്പോൾ എന്താണ് നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കണം. എന്താ പ്രോസസ്സിന്റെ പേര് പറയാം. സോ ദി പ്രോസസ് നെയിം ഈസ് നോൺ ആസ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അപ്പോൾ നൈട്രിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഓസ്റ്റ്വാൾഡ് പ്രോസസ്. നോക്കൂ, നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സയന്റിസ്റ്റ് ആയ ഓസ്റ്റ്വാൾഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ പ്രോസസ്സാണ് നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന ഓസ്റ്റ്വാൾഡ് പ്രോസസ്. എന്താണ് ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്? ഈ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിന് പ്രധാനമായും 4 സ്റ്റെപ്പ് ഉണ്ട്. ശരിക്കും 3 മതി, 4ാമത്തെ കൂടി ചേർത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. സോ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലെ നേരത്തെ പറയണ്ടായി, നമ്മൾ അമോണിയയുടെ യൂസസിൽ പറഞ്ഞു നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മൾ അമോണിയ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലെ 1ാമത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 1, കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. അമോണിയയിലെ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ ചെയ്യുക എന്നുള്ളതാണ് 1ാമത്തെ പ്രോസസ്സ്. സോ നമ്മൾ അതിൽ അമോണിയ 4NH3 പ്ലസ് 5O2. നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ഓർ റോഡിയം കാറ്റലിസ്റ്റ് ആണ്. കണ്ടീഷൻ 500 കെൽവിൻ ആണ്. 9 ബാർ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ചേഞ്ചസ് ടു NO പ്ലസ് 6H2O ആയിട്ട് മാറും. 1ാമത്തെ പ്രോസസ്സിൽ അമോണിയ നൈട്രിക് ആസിഡായി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. കാറ്റലിറ്റിക് ഓക്സിഡേഷൻ ഓഫ് അമോണിയ. ഇനി 2ാമത്തെ പ്രോസസ്സിൽ ഇങ്ങനെ ഉണ്ടായ NOയെ നമ്മൾ ഓക്സിഡേഷൻ ചെയ്ത് NO2 ആക്കി മാറ്റുന്നുണ്ട്. NO പ്ലസ് O2 ആണ്. അവിടെ H2O എന്നാണ് എഴുതുന്നത്, മാറ്റുന്നത് O2 എന്നാക്കണം. സോ NO പ്ലസ് O2 ഗിവ്സ് NO2 ആക്കുന്ന പ്രോസസ്സാണ് അടുത്തത്
ഓക്സിഡേഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 NO2 നമ്മൾ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുന്നു. NO2 വാട്ടറുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും HNO3 കിട്ടുന്നുണ്ട്, നൈട്രിക് ആസിഡ് കിട്ടുന്നുണ്ട്. അപ്പം 3 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് HNO3 കിട്ടും. HNO3 പ്ലസ് NO കിട്ടുന്നുണ്ട്. ഈ NO നമ്മൾ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ലേക്ക് പാസ് ചെയ്താൽ മതി, കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് പാസ് ചെയ്താൽ മതി. പ്രധാനമായും 3 സ്റ്റെപ്പ്: catalytic oxidation of ammonia, number 2 oxidation of NO, number 3 step 3 NO2 വാട്ടറുമായി റിയാക്ട് ചെയ്യുന്ന സ്റ്റെപ്പ് 3. ഇനി ഇങ്ങനെ കിട്ടുന്ന നൈട്രിക് ആസിഡിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം, 98-99% നൈട്രിക് ആസിഡ് ആക്കി എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തത് ഡിസ്റ്റിലേഷൻ ചെയ്യണം. രണ്ടാമത് ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം സൾഫ്യൂരിക് ആസിഡ് മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ് ഒരു 99% കോൺസെൻട്രേഷൻ നൈട്രിക് ആസിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4 കഴിഞ്ഞാൽ നമുക്ക് 99% നൈട്രിക് ആസിഡ് കൃത്യമായിട്ട് കിട്ടും. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിന്റെ ഫ്ലോ ഡയഗ്രാം ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അമോണിയയും എയറിനെയും മിക്സ് ചെയ്തിട്ട് കാറ്റലിറ്റിക് ചാമ്പറിലേക്ക് പാസ് ചെയ്യണം. കാറ്റലിറ്റിക് ചാമ്പറിൽ 700°C വെച്ചിട്ടുണ്ട്. അവിടെ അമോണിയയും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് NOയും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കാറ്റലിറ്റിക് ചാമ്പറിൽ നിന്ന് നമ്മൾ അതിനെ ഓക്സിഡേഷൻ ചാമ്പറിലേക്ക് പാസ് ചെയ്യണം. ഈ NOനെ ഓട്ടോവുമായി കമ്പൈൻ ചെയ്തിട്ട് NO2 ആയിട്ട് മാറുന്നു അവിടെ ഓക്സിഡേഷൻ ചാമ്പറിൽ. ഇനി മൂന്നാമത്തത് അബ്സോർപ്ഷൻ ചാമ്പറാണ്. അബ്സോർപ്ഷൻ ചാമ്പറിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന NO2 വാട്ടർ മോളിക്യൂളുമായി റിയാക്ട് ചെയ്ത് അവിടെ HNO3 ഫോം ചെയ്യുന്നുണ്ട്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാറ്റലിറ്റിക് ചാമ്പർ, ഓക്സിഡേഷൻ ചാമ്പർ, അബ്സോർപ്ഷൻ ചാമ്പർ. അങ്ങനെ കിട്ടുന്ന നൈട്രിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഡിസ്റ്റിലേഷന് ശേഷം സൾഫ്യൂരിക് ആസിഡ് വെച്ച് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നൈട്രിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. കണ്ടീഷൻസ് നന്നായി പഠിക്കണം. What are different steps involved in post-wall process? Very important ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നൈട്രിക് ആസിഡ് ഒരു കളർലെസ് ആയ ലിക്വിഡ് ആണ് നൈട്രിക് ആസിഡ്. അതുപോലെ അതിന് ഗേഷ്യസ് സ്റ്റേറ്റിൽ നൈട്രിക് ആസിഡ് സ്ട്രക്ചർ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഒരു പ്ലനാർ സ്ട്രക്ചറാണ് നൈട്രിക് ആസിഡ് ഉള്ളത്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് നൈട്രജൻ 3 ഓക്സിജനുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു പ്ലനാർ സ്ട്രക്ചറാണ് നൈട്രിക് ആസിഡ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഒരു പ്ലനാർ സ്ട്രക്ചർ ഉണ്ട്. അടുത്തത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ് ആണ്. എന്തൊക്കെയാണ് നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി? ഒന്നാമത്തത് റിയാക്ഷൻ വിത്ത് വാട്ടർ. നമ്മൾ HNO3 നല്ലൊരു ആസിഡ് ആണ്. സോ HNO3 പ്ലസ് H2 വാട്ട് ഈസ് ആൻ ആസിഡ്? ദിസ് ഈസ് പ്രോട്ടോൺ ഡോണർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് H+ ഡൊണേറ്റ് ചെയ്ത് അത് NO3 മൈനസും H3O പ്ലസുമായിട്ട് മാറുന്നുണ്ട്. സോ നൈട്രിക് ആസിഡിന്റെ വാട്ടറുമായ റിയാക്ഷൻ ഫസ്റ്റ്. നമ്പർ 2, അതിനടുത്ത റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ. ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ ആക്ഷൻ നമ്മൾ 2 ഹെഡിങ്സിലാണ് പഠിക്കുന്നത്. ഒന്ന് വിത്ത് മെറ്റൽ, നമ്പർ 2 വിത്ത് നോൺ മെറ്റൽ. വിത്ത് മെറ്റലുമായി നൈട്രിക് ആസിഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നോൺ മെറ്റൽസുമായി നൈട്രിക് ആസിഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെ ഈ നൈട്രിക് ആസിഡ് ഡൈല്യൂട്ട് ആയാലും കോൺസെൻട്രേറ്റഡ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ മാറുമ്പോൾ പ്രൊഡക്റ്റ് മാറാറുണ്ട്. മെറ്റലിൻ്റെ റിയാക്ടിവിറ്റി മാറുമ്പോഴും പ്രൊഡക്റ്റ് മാറാറുണ്ട്. അപ്പം നൈട്രിക് ആസിഡ് പ്ലസ് മെറ്റൽ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കിവിടെ ഡൈലൂട്ടും കോൺസെൻട്രേറ്റഡ് ആകുമ്പോഴുള്ള വ്യത്യാസം മാത്രമേ പഠിക്കാനുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഈ ഷോർട്ട് കട്ട് പഠിച്ചു വയ്ക്കാം. മെറ്റൽ പ്ലസ് കോൺസെൻട്രേറ്റഡ്
concentrated HNO3 gives metal nitrate plus NO2 plus water. നോക്കൂ, കോൺസെൻട്രേറ്റഡ് HNO3 ആണ് റിയാക്ട് ചെയ്യുന്നത് എങ്കിൽ മെറ്റലിന്റെ കൂടെ കോൺസെൻട്രേറ്റഡ് HNO3 ആണ് റിയാക്ട് ചെയ്യുന്നത് എങ്കിൽ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും NO2 ആയിരിക്കും എന്ന് അറിയണം. അതേസമയം ഡൈല്യൂട്ട് HNO3 ആണ് എങ്കിൽ പ്രൊഡക്റ്റ് എപ്പോഴും NO ആണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ ഡൈല്യൂട്ട് HNO3 റിയാക്ട് ചെയ്യുമ്പോൾ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, സിങ്കിന് മാത്രം ചെറിയൊരു വ്യത്യാസം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറലി ഇങ്ങനെ പഠിച്ചു വയ്ക്കാം, മെറ്റൽ പ്ലസ് കോൺസ്റ്റന്റ് HNO3 gives NO2, മെറ്റൽ പ്ലസ് ഡൈല്യൂട്ട് HNO3 gives NO. അപ്പോൾ നോക്കൂ, മെറ്റൽ നൈട്രേറ്റ് ഉണ്ടായിരിക്കും NO2 പ്ലസ് വാട്ടർ, മെറ്റൽ പ്ലസ് ഡൈല്യൂട്ട് HNO3 gives മെറ്റൽ നൈട്രേറ്റ് പ്ലസ് NO പ്ലസ് വാട്ടർ ആണ് കിട്ടുക. ഇത് പഠിച്ചിട്ട് താഴെ പറയുന്ന ഈ റിയാക്ഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് തന്നെ ചെയ്യണം. റിയാക്ഷൻ വിത്ത് കോപ്പർ, കോപ്പറും HNO3 ഡൈല്യൂട്ടും റിയാക്ട് ചെയ്യുമ്പോഴുള്ള പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. ഇവിടെ ഡൈല്യൂട്ട് ആണ്, എന്തുണ്ടാവുക, മെറ്റൽ നൈട്രേറ്റ് ഉണ്ടാവും അല്ലേ ഒരു പ്രൊഡക്റ്റ്. സോ CuNO3 ട്വൈസ് ഉണ്ടായിരിക്കും. ഡൈല്യൂട്ട് ആയതുകൊണ്ട് അടുത്ത പ്രൊഡക്റ്റ് എന്തായിരിക്കും, NO ആയിരിക്കും പ്ലസ് വാട്ടർ കിട്ടിയിട്ടുണ്ടായിരിക്കും. മെറ്റൽ നൈട്രേറ്റ് പ്ലസ് NO പ്ലസ് വാട്ടർ കിട്ടുന്നുണ്ട്. അതേസമയം കോപ്പർ പ്ലസ് കോൺസെൻട്രേറ്റഡ് HNO3 ആണ് എങ്കിൽ എന്താണ്ടാവുക പ്രൊഡക്റ്റ്, എന്താ പറഞ്ഞു നോക്കൂ, മെറ്റൽ നൈട്രേറ്റ് CuNO3 ട്വൈസ് പ്ലസ് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ ഏത് ഗ്യാസ് ഉണ്ടാവുക അവിടെ, NO2. അത് NO2 ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണേ, NO2 പ്ലസ് H2O. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ഡൈല്യൂട്ട് HNO3 വിത്ത് കോപ്പർ മെറ്റൽ. കൃത്യമായിട്ട് ഓർമ്മിക്കുക, ഡൈല്യൂട്ട് ആണെങ്കിൽ NO, കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ NO2. അടുത്തതായിട്ട് നമ്മൾ റിയാക്ഷൻ വിത്ത് സിങ്ക്. നിങ്ങൾ എഴുതി നോക്കൂ, സിങ്ക് പ്ലസ് HNO3 ഡൈല്യൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഡൈല്യൂട്ട് കേസിൽ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് സിങ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിങ്ക് HNO3യുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അമോണിയം നൈട്രേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവുന്നത്, അമോണിയം നൈട്രേറ്റ്. ഈ അമോണിയം നൈട്രേറ്റ് ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ അമോണിയം നൈട്രേറ്റ് പ്ലസ് നമുക്ക് കിട്ടും സിങ്ക് നൈട്രേറ്റ് പ്ലസ് H2O ഉണ്ടാവും. ഈ അമോണിയം നൈട്രേറ്റ് അൺസ്റ്റേബിൾ ആണ്. ഇത് പെട്ടെന്ന് തന്നെ ഡിക്കമ്പോസ് ചെയ്ത് N2O പ്ലസ് H2O ആയിട്ട് മാറും. നോക്കൂ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജനും ഓക്സിജനും ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം, എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് മാക്സിമം വാട്ടർ മോളിക്യൂൾ നോക്കാം, 2H2O കിട്ടിയില്ലേ, ബാക്കി എന്താണത്, N2O. അപ്പൊ അമോണിയം നൈട്രേറ്റ് ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ N2Oയും H2O ഉണ്ടാവും. അപ്പൊ സിങ്ക് ഡൈല്യൂട്ട് HNO3യുമായി റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഗ്യാസ് പറഞ്ഞാൽ N2O ആണ്. ബാക്കി എല്ലാ മെറ്റൽസും അതുപോലെ വരാം, സിങ്ക് മാത്രം ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. അടുത്തത് സിങ്ക് പ്ലസ് കോൺസെൻട്രേറ്റഡ് HNO3 ആണ്. സിങ്ക് കോൺസെൻട്രേറ്റഡ് HNO3യുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക, നോക്കോളൂ, സിങ്ക് കിട്ടിയോ, സിങ്ക് നൈട്രേറ്റ് കിട്ടിയില്ലേ, പ്ലസ് കോൺസെൻട്രേറ്റഡ് ആണ്, എന്ത് കിട്ടി, NO2 പ്ലസ് H2O ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് പഠിക്കാം, ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ അടുത്ത അടുത്ത മെറ്റൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അലുമിനിയം, ക്രോമിയം പോലെയുള്ള മെറ്റൽസ് ആണ്. ഈ മെറ്റൽസ് ഈ കോൺസെൻട്രേറ്റഡ് HNO3യുമായി റിയാക്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അലുമിനിയം കോൺസെൻട്രേറ്റഡ് HNO3യുമായി റിയാക്ട് ചെയ്യാത്തത്? എന്താ കാരണം ആലോചിച്ച് നോക്കൂ. ഈ അലുമിനിയം HNO3 വരുന്നൊക്കെ അതിന്റെ മുകളിൽ ഒരു പാസീവ് ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഫർദർ റിയാക്ഷൻ അവിടെ പോസിബിൾ ആകുന്നില്ല. There is no reaction with HNO3 because of the formation of a passive oxide film on the surface of these metal. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത മെറ്റൽ, കോപ്പർ മെറ്റൽ, സിങ്ക് മെറ്റൽ, അതുപോലെ റിയാക്ഷൻ വിത്ത് അലുമിനിയം, ക്രോമിയം എക്സെട്ര. സോ ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ നോക്കുമ്പോൾ റിയാക്ഷൻ വിത്ത് നോൺ മെറ്റൽസ് ആണ്. എങ്ങനെയാണ്
നൈട്രിക് ആസിഡ്, നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ കാർബൺ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് തുടങ്ങിയ മെറ്റൽസ് നോൺ മെറ്റലുമായി എങ്ങനെ റിയാക്ട് ചെയ്യും ഇതും അതുപോലെ പഠിച്ചു വെക്കാം. നോൺ മെറ്റൽ പ്ലസ് കോൺസെൻട്രേറ്റഡ് HNO3 gives ഓക്സി ആസിഡ് ഓഫ് നോൺ മെറ്റൽ. ആ നോൺ മെറ്റൽ അതിന്റെ ഓക്സി ആസിഡായി മാറും, പ്ലസ് NO2 പ്ലസ് H2O ലിബറേറ്റ് ചെയ്യും. അപ്പൊ നോക്കൂ, നോൺ മെറ്റൽ പ്ലസ് കോൺസെൻട്രേറ്റഡ് HNO3 gives ഓക്സി ആസിഡ് ഓഫ് നോൺ മെറ്റൽ പ്ലസ് NO2 പ്ലസ് H2O ഫോം ചെയ്യും. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, കാർബൺ ആണ്. കാർബൺ ഒരിക്കലും അതിന്റെ ഓക്സി ആസിഡ് ആയിട്ടല്ല മാറുക, അതിന്റെ ഡയോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. ബാക്കിയുള്ള നോൺ മെറ്റൽസ് ഒക്കെ തന്നെ അതിന്റെ ഓക്സി ആസിഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോൺ മെറ്റൽ ആയി നമ്മൾ ഉപയോഗിക്കുന്നത് I2 അയഡിനാണ്, സൾഫർ S8, ഫോസ്ഫറസ് P4 ആൻഡ് കാർബൺ. നോക്കൂ, I2 പ്ലസ് 10 HNO3 gives I2 അതിന്റെ ഓക്സി ആസിഡ് ആയിട്ട് മാറും. അത് HiO3 ആണ്, അയഡിക് ആസിഡ്. HNO3 എഴുതിയത് മാറ്റി നിങ്ങൾ HiO3 എന്നാക്കണം. അയഡിക് ആസിഡ് ആണ് HiO3. ഇനി അതേപോലെ പ്ലസ് NO2 പ്ലസ് H2O ഉണ്ടായിരുന്നു. അതേപോലെ സൾഫർ എടുത്ത് നമ്മൾ അതിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൾഫർ അതിന്റെ ഓക്സി ആസിഡ് ആയ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഹൗ യു ക്യാൻ കൺവേർട്ട് സൾഫർ ടു സൾഫ്യൂരിക് ആസിഡ്? സോ ജസ്റ്റ് ആഡ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഫോസ്ഫറസിലേക്ക് നമ്മൾ ഫോസ്ഫറസ് എലിമെന്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടും ഫോസ്ഫറസിന്റെ ആസിഡായ H3PO4, ഫോസ്ഫോറിക് ആസിഡ് കിട്ടും. സോ നോൺ മെറ്റലായ അയഡിൻ, സൾഫർ, ഫോസ്ഫറസ് അതാത് ഓക്സി ആസിഡ് ആയിട്ട് മാറുന്നു. അയഡിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്. കാർബൺ മാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. So this is the reaction. This is about the reaction of nitric acid with non-metal. So the non-metals are converted to their corresponding oxy acids. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു the brown ring test. നമ്മൾ കെമിസ്ട്രി പ്രാക്ടിക്കലിൽ ചെയ്യുന്ന ഒന്നാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എന്താണ് ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റ്? നമ്മൾ സാധാരണയായി നൈട്രേറ്റുകളുടെ കൺഫർമേറ്ററി ടെസ്റ്റ്, ഒരു സോൾട്ടിൽ നൈട്രേറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ഈ ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഒന്നാമതായി നൈട്രേറ്റ് ഉള്ള ഒരു സോൾട്ട്, സോൾട്ട് കണ്ടെയ്നിങ് നൈട്രേറ്റ് പ്ലസ് നമ്മൾ അതിലേക്ക് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, സോൾട്ട് നൈട്രേറ്റ് ഉള്ള സോൾട്ട് സൊല്യൂഷൻ ആണ്, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഈ സോൾട്ട് സൊല്യൂഷനും ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും ഏകദേശം ഈക്വൽ എമൗണ്ട് എടുത്ത് നന്നായി മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത സൊല്യൂഷനിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കൂടെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം നമുക്ക് ആ ടെസ്റ്റ് ട്യൂബ് നിങ്ങൾ അനക്കാതെ വെച്ചു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ജംഗ്ഷനിൽ ഒരു ബ്രൗൺ റിംഗ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന് കാരണം ഇവിടെയുള്ള Fe2+ നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡ് ആക്കി റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. Fe2 ഇവിടെയുള്ള Fe2+ ഇല്ലേ, നൈട്രേറ്റ് നമ്മൾ തന്നിരിക്കുന്ന സോൾട്ടിലെ നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡ് ആക്കി റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഈ എന്ത് ചെയ്യുന്നു, ഈ NO എന്ത് ചെയ്യുന്നുണ്ട്, Fe2+മായി റിയാക്ട് ചെയ്ത് ഒരു ബ്രൗൺ കളർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. സോ Fe2+ reduces nitrate to NO and this Fe2+ combined with NO to form a complex. നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റിന്റെ റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാം. നോക്കൂ, നൈട്രേറ്റ് നമ്മൾ ഉപയോഗിച്ച സോൾട്ടിലെ നൈട്രേറ്റ്, അതിലേക്ക് നമ്മൾ ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, FeSO4 ആഡ് ചെയ്യുന്നു. H+ എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്, H+ അത് ഡിനോട്ട് ചെയ്യുന്നത് ആസിഡ് മീഡിയം. അപ്പൊ എന്തുണ്ടാവും നോക്കൂ, നൈട്രേറ്റുകൾ NO ആയി മാറുന്നുണ്ട്, Fe2+ Fe3+ ആയി ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന NO Fe2+മായി കമ്പൈൻ ചെയ്ത് ഒരു കോഡ്
കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. FeH2O 5 times NO2+ എന്ന് പറഞ്ഞ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ നെയിമിംഗ് നിങ്ങൾ കോർഡിനേഷൻ ചാപ്റ്ററിൽ പഠിക്കും. Fe എന്ന് പറഞ്ഞ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ആക്ട് ചെയ്യുന്നു. അതിനു ചുറ്റും വാട്ടറും NOയും ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കോർഡിനേഷൻ ചാപ്റ്ററിൽ പഠിക്കും. ഇങ്ങനെയുള്ള ഈ കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ബ്രൗൺ കളർ കോംപ്ലക്സ്, ബ്രൗൺ റിംഗ് ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ആഡ് ചെയ്യുന്ന FeSO4ലെ Fe2+ NOയുമായി, NO എവിടുന്നാ വന്നത്? നൈട്രേറ്റ് എന്നാണ് NO വന്നത്. Feയും NOയും സൊല്യൂഷനിലെ H2Oയുമായി കമ്പൈൻ ചെയ്ത് FeH2O 5 times NO എന്ന NO2+ എന്നൊരു കോംപ്ലക്സ് അയോൺ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ബ്രൗൺ റിംഗ് അവിടെ കാണുന്നുണ്ട്. ആ ബ്രൗൺ റിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ള കോംപ്ലക്സ് അതാണ് എന്ന് മനസ്സിലാക്കും. What is brown ring test? കൃത്യമായിട്ട് അറിയണം. What is the chemistry behind the formation of brown ring? കൃത്യമായിട്ട് പഠിക്കാം. ഈ റിയാക്ഷൻ പഠിച്ചു വയ്ക്കാം. നമ്മൾ അടുത്തത് യൂസസ് ഓഫ് നൈട്രിക് ആസിഡ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂസസ് ഓഫ് നൈട്രിക് ആസിഡ് എന്തൊക്കെയാണ്? നൈട്രിക് ആസിഡിന്റെ യൂസസ് നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമോണിയ പറഞ്ഞ പോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ, അമോണിയം നൈട്രേറ്റ് പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ TNT, ട്രൈനൈട്രോടൊലുവീൻ, അങ്ങനത്തെ അല്ലാതെ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പൈറോ ടെക്നിക്സിൽ നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. പൈറോ ടെക്നിക്സിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നൈട്രിക് ആസിഡ് ആണ്. പിന്നെ നമ്മൾ റോക്കറ്റ് ഫ്യൂവൽസിൽ അതിൽ ഓക്സിഡൈസർ ആയിട്ട് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും യൂസസ് ഉണ്ട് നൈട്രിക് ആസിഡിന്. യൂസസ് ഒരിക്കലും വിട്ടുപോകരുത്, കൃത്യമായിട്ട് പഠിക്കണം. അടുത്തതായി നമ്മൾ പറയുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നമ്മളിവിടെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോംസ് നമ്പർ ഓഫ് ഓക്സൈഡ്സ്. സോ ഇറ്റ് ഫോം N2O, NO, N2O3, NO2, N2O4 and N2O5. N2O എന്ന് പറഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ആണ്. NO നൈട്രിക് ഓക്സൈഡ് ആണ്. N2O3 ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ് ആണ്. NO2 നൈട്രജൻ ഡയോക്സൈഡ് ആണ്. N2O4 ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ആണ്. N2O5 ഡൈനൈട്രജൻ പെന്റോക്സൈഡ് ആണ്. സോ നൈട്രജൻ ഫോംസ് എ നമ്പർ ഓഫ് ഓക്സൈഡ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. സോ ഓരോന്നിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തത് ഡൈനൈട്രജൻ ഓക്സൈഡ്, N2O, നൈട്രസ് ഓക്സൈഡ് എന്നറിയപ്പെടുന്നു. നമ്മൾ ഈ നൈട്രസ് ഓക്സൈഡിനെയാണ് സാധാരണയായി ലോഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ലോഫിംഗ് ഗ്യാസ് കണ്ടുപിടിച്ചത് ഹംഫ്രി ഡേവിയാണ് എന്നും പറയുന്നുണ്ട്. സോ ഡൈനൈട്രജൻ ഓക്സൈഡ്. എങ്ങനെയാണ് ഡൈനൈട്രജൻ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്? നോക്കൂ, പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അമോണിയം നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ H2O എത്ര മാക്സിമം എത്ര വാട്ടർ മോളിൽ എലിമിനേറ്റ് ചെയ്യും? 2H2O അല്ലേ? ബാക്കി എന്താണിത്? N2O. സോ അമോണിയം നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ N2O ആണ് ഉണ്ടാവുക. അമോണിയം നൈട്രൈറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? പഠിച്ചതല്ലേ? എന്താ ഉണ്ടാവുക? N2 കിട്ടും നമുക്ക്. അപ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡ്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +1 ആണ്. അതിൻ്റെ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കൂ, അത് കളർലെസ് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ആണ്. അസിഡിക് കോമ്പൗണ്ട് ഒന്നുമില്ല, ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡ് എക്സാമ്പിൾ ആണ് N2O. പിന്നെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ നോക്കൂ, N triple bond N ആണ് വരുന്നത്. പിന്നെ ഓക്സിജൻ. ഇങ്ങനെ ലീനിയർ സ്ട്രക്ചർ ആണ് നമ്മുടെ N2O ഉള്ളത്. ഈ N2O അപ്പോൾ ഓർമ്മിക്കൂ, നമ്മുടെ കെമിസ്ട്രിയെ ചിരിപ്പിക്കുന്ന വാതകം, കെമിസ്ട്രിയിലെ ചിരിക്കുന്ന സാധനമാണ് നമ്മളുടെ N2O. N2O ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ ചിരി വരുന്നതാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനി യൂസസ്, ഈ N2O നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഡോക്ടേഴ്സ് പല്ല് പറിക്കുമ്പോഴൊക്കെ ഒരു അനസ്തറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് N2O. നെക്സ്റ്റ് ഓക്സൈഡ് ഓഫ് നൈട്രജൻ ഇസ് നൈട്രജൻ മോണോക്സൈഡ്, NO.
നമ്മളതിനെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്, നമുക്ക് ഇതിൽ ഒരുപാട് ഇങ്ങനെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഓരോന്നും പഠിക്കണം. സോ പ്രിപ്പറേഷൻ മെത്തേഡ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നത് സോഡിയം നൈട്രൈറ്റ് എടുത്തു. പിന്നെ എടുക്കുന്ന കോമ്പൗണ്ട് നോക്കൂ, ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും. നമ്മുടെ ബ്രൗൺ റിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കോമ്പൗണ്ട്സ് ഓർമ്മിച്ചാൽ മതി. ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡ് എടുത്തു. ചെയ്യുമ്പോൾ നമുക്ക് Fe2SO4 thrice പ്ലസ് സോഡിയം ബൈസൾഫേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് NO കിട്ടുന്നുണ്ട്. ഈ റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് NO കിട്ടും. ഇതിൽ NOയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, നൈട്രേറ്റ് ഓക്സിജൻ സ്റ്റേറ്റ് +2 ആണ്. നേരത്തെ പറഞ്ഞ പോലെ N2O പോലെ തന്നെ ഇത് കളർലെസ് ഗ്യാസ് ആണ്, ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കാം. ഇനി അതിന്റെ സ്ട്രക്ചർ അവിടെ വരച്ചിട്ടുണ്ട്. NO, N ഡബിൾ ബോണ്ട് O, ലോൺ പെയർ ഉണ്ട്. ഇത്രയുമാണ് NOയെ പറ്റി പഠിക്കാൻ. സോ ഹൗ യു ക്യാൻ പ്രിപ്പയർ NO, വാട്ട് ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് NO അറിയാം കേട്ടോ. Next compound is dinitrogen trioxide, N2O3. Dinitrogen trioxide, N2O3. ഇതിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചാൽ NOയും N2O4ഉം കൂടി മിക്സ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ +2 സ്റ്റേജിലെ ഒരു കോമ്പൗണ്ടും +4 സ്റ്റേജിലെ ഒരു കോമ്പൗണ്ടും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ +3 സ്റ്റേജിലെ കോമ്പൗണ്ട് കിട്ടും. സോ NO + N2O4 gives 2N2O3 കിട്ടും. ഇനി അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. പ്രോപ്പർട്ടി നോക്കൂ, അതിന്റെ പ്രോപ്പർട്ടി അത് ബ്ലൂയിഷ് സോളിഡ് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ സോളിഡ് ആണ്. N2Oയും NOയും പോലെ ഗ്യാസ് അല്ല ഇത്. N2O3 എന്ന് പറയുമ്പോൾ അത് സോളിഡ് ആണ്. പിന്നെ അതിന് അസിഡിക് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കറിയാം നൈട്രജൻ നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ ഓക്സൈഡ്സിന് അസിഡിക് പ്രോപ്പർട്ടി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ ഇവിടെ +3 ആയി. ഇനി +3 സ്റ്റേറ്റ് മുതൽ അങ്ങോട്ട് നൈട്രജൻ ഓക്സൈഡ്സിനൊക്കെ തന്നെ അസിഡിക് ക്യാരക്ടർ ആണ് ഉള്ളത്. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കാം. ഇങ്ങനെ വരുന്ന ഡബിൾ ബോണ്ട് O, ഇത് കോർഡിനേറ്റ് ബോണ്ട് O ആണ്. ഇങ്ങനെയാണ് N2O3 സ്ട്രക്ചർ വരുന്നത്. അടുത്ത കോമ്പൗണ്ട്, അടുത്ത ഓക്സൈഡ് ഓഫ് നൈട്രജൻ, നൈട്രജൻ ഡൈ ഓക്സൈഡ് ആണ്. നൈട്രജൻ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ലെഡ് നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്യാം. ലെഡ് നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട NO2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ നൈട്രേറ്റുകളുടെ ഡികമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമോണിയം നൈട്രേറ്റ്, അമോണിയം നൈട്രൈറ്റ്, ഇവിടെ ലെഡ് നൈട്രേറ്റ്. ലെഡ് നൈട്രേറ്റ് ഡികമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് NO2 ആണ്. പിന്നെ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് ദിസ് നൈട്രേറ്റ് ഹിയർ ഇറ്റ് ഈസ് +4 ആണ്. ഇറ്റ് ഈസ് എ ബ്രൗൺ ഗ്യാസ് ആൻഡ് അസിഡിക്. NO2 എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ ഗ്യാസ് ആണ്, അസിഡിക് ആയിട്ടൊരു ഓക്സൈഡ് ആണ് NO2. ഇനി നമുക്ക് സ്ട്രക്ചർ കാണാൻ നിങ്ങൾക്ക് ഇതിൽ NO2ന്റെ സ്ട്രക്ചർ N ഡബിൾ ബോണ്ട് O ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിക്കണേ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇതൊരു ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളാണ് പഠിച്ചത് ഫസ്റ്റ് ഇയറിൽ. ഈ ഓഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ NO2 പെട്ടെന്ന് ഡൈമറൈസ് ചെയ്യുന്നുണ്ട്. NO2 ഡൈമറൈസസ് ഈസിലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓഡ് ഇലക്ട്രോൺ. പ്രത്യേകം ശ്രദ്ധിക്കാം. നോക്കൂ, NO2ന്റെ ബ്രൗൺ ഗ്യാസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളിതിൽ നൈട്രേറ്റുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ലെഡ് നൈട്രേറ്റ് ടെസ്റ്റ് ട്യൂബിൽ ഇട്ട് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ട്യൂബ് നിറയെ ഇങ്ങനെ നൈട്രേറ്റ് ബ്രൗൺ ഗ്യാസ് പറഞ്ഞായിട്ട് കാണാൻ പറ്റും. അതിലൊരു അസിഡിക് പ്രോപ്പർട്ടി ഉണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കും. അടുത്ത നൈട്രേറ്റിന്റെ ഓക്സൈഡ് ആണ് N2O4, ഡൈനൈട്രജൻ ടെട്രോക്സൈഡ്. ഈ N2O2 പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ NO2നെ ഡൈമറൈസ് ചെയ്തിട്ടാണ് നമ്മൾ N2O4 പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 സ്റ്റേജിലാണ് നൈട്രജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് കളർലെസ് സോളിഡ് ആണ്, ചിലപ്പോൾ ലിക്വിഡ് ആയിട്ടും കാണുന്നുണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. സ്ട്രക്ചർ N ഡബിൾ ബോണ്ട് O ഇങ്ങനെ വരുന്നുണ്ട്. ഇത് അസിഡിക് ആയ കോമ്പൗണ്ട് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 മുതൽ അങ്ങോട്ട് അതൊക്കെ എല്ലാ ഓക്സൈഡ്സും അസിഡിക് ആണ്. സോ N2O4. ഇപ്പൊ NO2 ഡൈമറൈസ് ചെയ്യുമ്പോഴാണ് N2O4 ആയിട്ട് മാറുന്നത്. അടുത്ത നൈട്രജന്റെ കോമ്പൗണ്ട് ആണ് ഡൈനൈട്രജൻ പെന്റോക്സൈഡ്, N2O5. N2O5 പ്രിപ്പയർ ചെയ്യുന്നത് നൈട്രിക് ആസിഡിലേക്ക് നോക്കൂ, 2 HNO3 മോളിക്യൂളിൽ നിന്ന്
വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇതിന്ന് വാട്ടർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് N2O5 കിട്ടുന്നുണ്ട്. 2 നൈട്രിക് ആസിഡിൽ നിന്ന് 1 വാട്ടർ. അതുകൊണ്ട് തന്നെ അൺഹൈഡ്രൈഡ് ഓഫ് നൈട്രിക് ആസിഡ് ആണ് N2O5 എന്ന് പറയുന്നു. അപ്പൊ നൈട്രിക് ആസിഡിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് P4O10 ഫോസ്ഫറസ് പെന്റോക്സൈഡ് ഡൈമർ. അപ്പൊ P4O10 ഉപയോഗിക്കുന്നു. അപ്പൊ നൈട്രിക് ആസിഡിൽ നിന്ന് വാട്ടർ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നൈട്രിക് ആസിഡിനെ P4O10 ട്രീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഡൈനൈട്രജൻ പെന്റോക്സൈഡ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി അതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ +5 ആണ്. അത് അതിന്റെ സ്ട്രക്ചർ നോക്കൂ, ഇങ്ങനെ NON ബോണ്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. N2O5 സ്ട്രക്ചർ. ഇത് കളർലെസ് സോളിഡ് ആണ്. അതുപോലെ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഓക്സൈഡ്സ് ഓഫ് നൈട്രേറ്റ് ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉള്ളത് N2O5 അതിന്റെ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിക് ക്യാരക്ടർ. അതുപോലെ ഓക്സിജന്റെ എണ്ണം കൂടുന്തോറും അസിഡിക് ക്യാരക്ടർ കൂടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതില് ബ്ലൂ സോളിഡ് ആയി കാണുന്നത് N2O3 ആണ്. കളർലെസ് സോളിഡ് ആണ് N2O5. ബ്രൗണിഷ് ഗ്യാസ് ആണ് NO2. നമ്മുടെ NCERT ബുക്കിൽ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം ആ ടേബിൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഠിക്കാം. നമ്മളിവിടെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അമോണിയ, നൈട്രിക് ആസിഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അമോണിയയുടെ പ്രിപ്പറേഷൻ, മാനുഫാക്ചർ പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. HNO3 പ്രിപ്പറേഷൻ, മാനുഫാക്ചർ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. അതുപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നമ്മൾ കൃത്യമായി പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് കൃത്യമായി എല്ലാവരും ചെയ്തു നോക്കണം. P ബ്ലോക്ക് പഠിക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ് ഏറ്റവും അത് രസകരമായി പഠിക്കാനുള്ള വഴി. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യന് ഉത്തരം എഴുതണം. കൃത്യമായിട്ട് എഴുതി പഠിക്കണം. Thank you.